ഡോക്ടറിൻ്റെ മുഖം ഒന്നുകൂടി വിളറി. മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ദേഹത്ത് മനുഷ്യസ്പർശനം ഏറ്റിട്ടില്ല അല്ലേ? മൃഗങ്ങളുടെ അക്രമത്തിലാണ് ആ കുട്ടി മരിച്ചതല്ലേ? അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ ഡോക്ടർ ചന്ദ്രഭാനു തല കുമ്പിട്ടു. സ്വന്തം മകൾക്കാണ് ഇങ്ങനെ വന്നിരുന്നതെങ്കിൽ ആ ക്രിമിനലുകളെ നിങ്ങൾ രക്ഷിക്കുമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതുമോ? പറയണം ഡോക്ടർ. അതും കൂടി കേട്ടതോടെ ഡോക്ടർ ചന്ദ്രഭാനു പൊട്ടിക്കരഞ്ഞു. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വേട്ട എന്ന ക്രൈം ത്രില്ലർ നോവലിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി നോക്കേണ്ടതാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വേട്ടയിലേക്ക് കടന്നാലോ? എസ്.ഐ. അരവിന്ദൻ ദേഷ്യത്തോടെ ഡോക്ടർ ചന്ദ്രഭാനുവിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. കയ്യിലിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചന്ദ്രഭാനുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. മനുഷ്യനായാൽ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയുണ്ടാവണം. സ്വന്തം നട്ടെല്ല് മറ്റുള്ളവൻ്റെ കക്ഷത്തിനിടയിൽ വെച്ചു കൊടുക്കരുത്. ആണുങ്ങളെപ്പോലെ നിവർന്നു നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം ഡോക്ടർ. ഡോക്ടർ ചന്ദ്രഭാനുവിൻ്റെ മുഖം വിളറി. അതിനിപ്പോൾ എന്താ ഉണ്ടായത്? വിറച്ച് ചന്ദ്രഭാനു പറഞ്ഞു. ഡോക്ടറിൻ്റെ വിറച്ചുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ നിങ്ങൾ ചെയ്ത കള്ളത്തരം. മൈൻഡ് യുവർ വേർഡ്സ്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. SP പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നെയാണോ വെറുമൊരു സബ് ഇൻസ്പെക്ടറായ നിങ്ങൾ? എങ്കിൽ പറയണം ഡോക്ടർ, നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയാണ് ആ പെൺകുട്ടി പീഡനത്തിനിരയായതെന്ന്? ഡോക്ടറിൻ്റെ മുഖം ഒന്നുകൂടി വിളറി. മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ദേഹത്ത് മനുഷ്യസ്പർശനം ഏറ്റിട്ടില്ല അല്ലേ? മൃഗങ്ങളുടെ ആക്രമത്തിലാണ് ആ കുട്ടി മരിച്ചതല്ലേ? അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ ഡോക്ടർ ചന്ദ്രഭാനു തല കുമ്പിട്ടു. സ്വന്തം മക്കൾക്കാണ് ഇങ്ങനെ വന്നിരുന്നതെങ്കിൽ ആ ക്രിമിനലുകളെ നിങ്ങൾ രക്ഷിക്കുമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതുമോ? പറയണം ഡോക്ടർ. അതും കൂടി കേട്ടതോടെ ഡോക്ടർ ചന്ദ്രഭാനു പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം. ഞാനിത് ചെയ്തില്ല എങ്കിൽ എൻ്റെ കുടുംബത്തെ അവർ ഇല്ലാതെയാക്കും. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. മതി ഡോക്ടർ, ഇത് മതി. നിഖില എന്ന ആ പെൺകുട്ടിയോട് ക്രൂരത ചെയ്തത് ആരായാലും ഞാൻ വെറുതെ വിടില്ല. കാരണം എനിക്കുമുണ്ട് 2 പെൺമക്കൾ. അരവിന്ദൻ പുറത്തേക്കിറങ്ങി. CCTV ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെങ്കിലും നിഖിലയെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങൾ അതിലുണ്ടായിരുന്നില്ല. ആ ദൃശ്യങ്ങൾ മിസ്സായിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അരവിന്ദേട്ടനെ കാണാൻ ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ച ഒരു പയ്യൻ വന്നത്. ഞാൻ കണ്ടതാണ് സാർ കിഷോർ നിഖിലയെ പിടിച്ചുകൊണ്ടു പോകുന്നത്. പല പ്രാവശ്യം അവൻ അവളെ ശല്യപ്പെടുത്തിയിരുന്നു. ഞങ്ങളെല്ലാം സാക്ഷികളാണ്. സാർ അവനെ വെറുതെ വിടരുത്. എന്താ നിന്റെ പേര്? ദീപു. ദീപു, ഈ പറഞ്ഞ കാര്യങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ മുൻപിലും പറയണം. എന്താ പറയുമോ? പറയാൻ സാർ, എവിടെ വന്നും പറയാം. വെരി ഗുഡ് സാർ. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് രഹസ്യമാണ്. ആ പയ്യൻ അരവിന്ദേട്ടനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫോണിലെ ഏതോ രംഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അരവിന്ദേട്ടൻ്റെ കണ്ണിലെ നടുക്കം ഞാൻ കണ്ടു. എന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. അരവിന്ദേട്ടൻ ഫോൺ എടുത്തു. ഹലോ അരവിന്ദ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും അല്ലേ? എങ്കിൽ നേരെ ഇവിടേക്ക് പോര്, കല്ലുക്കാരൻ ഗോഡൗണിൽ. തൻ്റെ മകളിപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്. വരുമ്പോൾ ആ പയ്യനെ കൂടി കൊണ്ടുവരാൻ മറക്കണ്ട, ദീപുവിനെ. പറഞ്ഞു നിൽക്കലേ തന്നെ പുറത്തൊരു വാഹനം വന്നു നിന്നു. അതിൽ നിന്നും 2-3 ആളുകൾ ഇറങ്ങി. ഗുണ്ടകളെപ്പോലെ തോന്നുന്ന ആളുകൾ. ദീപുവിനെ കൂട്ടി അരവിന്ദേട്ടൻ അവരുടെ വണ്ടിയിൽ കയറിപ്പോയി. അത്രയും പറഞ്ഞുകൊണ്ട് രാധിക പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം പിന്നെ രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തക്കാരായി മറ്റാരെങ്കിലും ഉണ്ടോ? അരവിന്ദൻ്റെ അനിയനോ അങ്ങനെ ആരെങ്കിലും? അങ്ങനെ ആരുമില്ല. അരവിന്ദേട്ടൻ്റെയും ശരണ്യമോളുടെയും മരണത്തിന് കാരണക്കാർ കല്ലുകാരന്മാരാണെന്ന ഒരു പരാതി ഞാൻ കൊടുത്തിരുന്നു. സഹായത്തിന് പോലും ആരും ഉണ്ടായിരുന്നില്ല. അന്നാണ് അവർ ഇവിടെ വന്ന് എൻ്റെ കാല്. തേങ്ങലോടെ രാധിക പറഞ്ഞു. ഇതേ സമയം കീർത്തന ക്ലീറ്റസിൻ്റെ വീട്ടിലെത്തിയിരുന്നു. മുൻപിൽ തന്നെ ക്ലീറ്റസിൻ്റെ ഒരു ഫോട്ടോ പൂമാലയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. അല്പനേരം കീർത്തന അത് നോക്കിയിരുന്നു. അപ്പോഴാണ് പ്രായമായ ഒരു സ്ത്രീ അകത്തുനിന്നും വന്നത്. ആരാ? എവിടുന്നാ? അവർ ചോദിച്ചു. ഞാൻ കുറച്ച് ദൂരത്ത് നിന്നാണ്. ക്ലീറ്റസിനെ പറ്റി അറിയാനാ വന്നത്. അവനെപ്പറ്റി അറിഞ്ഞിട്ടെന്തിനാ? പോയില്ലേ? ജീവിച്ചിരുന്നപ്പോഴും അവന് സമാധാനം കിട്ടിയില്ല. ആ സ്ത്രീ അതും പറഞ്ഞ് തേങ്ങി. ആൻറ്റി ക്ലീറ്റസിൻ്റെ അമ്മയാണോ? അതെ. ആ സ്ത്രീ തേങ്ങലോടെ തന്നെ പറഞ്ഞു.
ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ലേ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? ഈ കഴിഞ്ഞ ദിവസം ക്ലീറ്റസിൻ്റെ മുഖച്ഛായയുള്ള ഒരാളെ ഞാൻ കണ്ടിരുന്നു. ആദ്യം ഞാൻ കരുതി അത് ക്ലീറ്റസ് ആവുമെന്ന്. അതറിയാനാ ഞാൻ വന്നത്. കീർത്തന അത് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖം മാറി. അത് അവൻ്റെ ചേട്ടനാണ്, റോക്കി. റോക്കിയോ? രണ്ടുപേർക്കും ഒരേ മുഖച്ഛായയാണോ? അതെ, അതുതന്നെയായിരുന്നു ക്ലീറ്റസിൻ്റെ ശാപവും. ആ മുടിഞ്ഞവൻ കാരണം പാവം ക്ലീറ്റസ് ഒരുപാട് അനുഭവിച്ചു. റോക്കി ഇപ്പോൾ എവിടെയുണ്ടാവും? കീർത്തന തിരക്കി. അവൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല മോളെ. അവനെപ്പറ്റി അറിയാനാണെങ്കിൽ മോളിവിടെ നിൽക്കണമെന്നില്ല. ആ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു കീർത്തന. അപ്പോൾ താൻ കണ്ടത് റോക്കിയാണ്. അപ്പോൾ അയാളാണോ ഈ കൊലപാതകം മുഴുവൻ നടത്തുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി നിന്നു കീർത്തന. ഇതേ സമയം മൊബൈൽ ഫോണിലെ ഒരു പിക്കുമായി രാജീവ് കൃഷ്ണൻ രാധികയെ സമീപിച്ചു. അത് അലക്സാണ്ടറിൻ്റെ ഫോട്ടോയായിരുന്നു. നിങ്ങളുടെ കാല് തല്ലിയൊടിച്ചത് അലക്സാണ്ടർ എന്നല്ലേ പറഞ്ഞത്? അതെ, ഈ ഫോട്ടോയിൽ കാണുന്നതാണോ നിങ്ങൾ കണ്ട അലക്സാണ്ടർ? രാജീവ് കൃഷ്ണൻ ചോദിച്ചു. ഇതല്ല ഞാൻ കണ്ട അലക്സാണ്ടർ, വേറെ ഒരാളായിരുന്നു എൻ്റെ കാല് തല്ലിയൊടിച്ചത്. അയാൾക്ക് 6 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു, നല്ല ആരോഗ്യവും. രാധിക അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജീവ് കൃഷ്ണൻ പുറത്തേക്കിറങ്ങി. സാറേ, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കല്ലൂക്കാരൻ കിഷോറിൻ്റെയും CI സുധാകരൻ സാറിൻ്റെയും കൊലപാതകത്തെ പറ്റിയല്ലേ? പക്ഷെ സാറ് വേറെ ചിലതൊക്കെയാണല്ലോ ചോദിക്കുന്നത്, ജോസഫ് പത്രോസ് ചോദിച്ചു. രാജീവ് കൃഷ്ണൻ അത് കേട്ട് പുഞ്ചിരിച്ചു. നമ്മൾ വിചാരിച്ചതിനും അപ്പുറത്താണ് ജോസഫെ കാര്യങ്ങൾ. സത്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത് ഈ കൊലപാതകങ്ങളെപ്പറ്റി അന്വേഷിക്കാനല്ല, കല്ലൂക്കാരന്മാരുടെ രഹസ്യങ്ങൾ അറിയാനാണ്. SI അരവിന്ദനും ശരണ്യയും മരിച്ചിരിക്കുന്നത് കിഷോറിനെതിരെ അരവിന്ദൻ നടപടിയെടുത്തതിനല്ല, നിഖില കൊലപാതക കേസിൽ കിഷോറിനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നതിനുമല്ല. പിന്നെ എന്തിനാണ്? അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്, അതാണ് അന്വേഷിക്കേണ്ടത്. അല്ല, സ്ത്രീ പറഞ്ഞത് അലക്സാണ്ടറാണ് അവരുടെ കാല് തല്ലിയൊടിച്ചതെന്നാണ്. എന്നാൽ നമ്മൾ അലക്സാണ്ടറിൻ്റെ ഫോട്ടോ അല്ലേ കാണിച്ചത്? പക്ഷേ അയാളല്ല അത് ചെയ്തതെന്ന് അവർ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. തനിക്കെന്നല്ല ആർക്കും ഒന്ന് മനസ്സിലാവില്ല ജോസഫേ. നമ്മൾ വിചാരിക്കും പോലെയല്ല കല്ലൂക്കാരൻ അലക്സാണ്ടർ അത്ര വലിയ സംഭവമല്ല. അയാളൊരു പകരക്കാരൻ മാത്രം. സാർ പറഞ്ഞതിനർത്ഥം നമ്മൾ ഭയപ്പെടാൻ മറ്റൊരാൾ ഉണ്ടെന്നാണോ? തീർച്ചയായും ഒരാളുണ്ട്. അയാളാണ് ശരിക്കും കല്ലൂക്കാരൻ. അയാളെ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. ക്രൂരതയുടെ അങ്ങേയറ്റം. അതാണ് അയാൾ. തൻ്റെ എതിരാളികളെ ക്രൂരമായി കൊന്ന് രസിക്കുന്ന, അത് കണ്ട് ആനന്ദിക്കുന്ന ഒരു സൈക്കോ മൈൻഡുള്ള ക്രിമിനൽ. സാവിയോ. കല്ലൂക്കാരൻ സാവിയോ ബെർണാഡ്. സാത്താൻ സാവിയോ എന്നും വിളിക്കും. അലക്സാണ്ടറിൻ്റെ പോലും പേടി സ്വപ്നം. ആ പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നി ജോസഫിന്. രാജീവ് കൃഷ്ണനോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ജോസഫ് പത്രോസിൻ്റെ മനസ്സിൽ ആ ചിന്തയായിരുന്നു. ആരാണ് സാവിയോ? സാത്താൻ സാവിയോ എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടറും സാവിയോയും തമ്മിലുള്ള ബന്ധമെന്താണ്? കായലിൻ്റെ അരികിലെത്തിയപ്പോൾ രാജീവ് കൃഷ്ണൻ വാഹനം ഒതുക്കിയിട്ടു. കായലിൻ്റെ അരികിൽ കെട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് തറയിൽ തൻ്റെ വലതുകാൽ കയറ്റി വെച്ച് നിന്ന് രാജീവ് കൃഷ്ണൻ സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു. അതിൻ്റെ പുക പുറത്തേക്ക് ഊതിവിട്ടു. സാറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുകഞ്ഞു നീറുന്നുണ്ടല്ലേ? ജോസഫ് ചോദിച്ചു. രാജീവ് കൃഷ്ണൻ ജോസഫിനെ നോക്കി പുഞ്ചിരിച്ചു. മറ്റൊന്നും കൊണ്ടല്ല സാർ. ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കാത്ത ഒരു കാര്യത്തിനായി സാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചതാണ്. എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടോ അവരുമായി സാറിന്? അല്ലാതെ ഒരു കാര്യവുമില്ലാതെ അവരുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങില്ലല്ലോ, ജോസഫ് പറഞ്ഞു. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, ജോസഫ് വീണ്ടും പറഞ്ഞു. എറണാകുളം തുറമുഖം ലക്ഷ്യമിട്ട് ഒരു കപ്പൽ സൈറൻ മുഴങ്ങിക്കൊണ്ട് വരുന്നത് കണ്ടു. സന്ധ്യയായ സമയമായതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകളും ആ വഴി പോകുന്നുണ്ട്. അവരെയും വഹിച്ചുകൊണ്ടുള്ള ടൂറിസ്റ്റ് ബോട്ടുകളും പാട്ടും ഡാൻസുമൊക്കെയായി കായലിൽ കൂടി ഒഴുകുന്നു. 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി കപ്പലണ്ടി പൊതിയുമായി ഇവരുടെ അടുത്തേക്ക് വന്നു. രാജീവ് കൃഷ്ണൻ പൈസ കൊടുത്ത് 2 എണ്ണം വാങ്ങിച്ചു. 1 എണ്ണം ജോസഫിന് കൊടുത്തു. ജോസഫെ, തനിക്ക് തൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ, എന്നെങ്കിലും ഒരിക്കൽ ഈ യൂണിഫോമിനോട് താൻ നീതി പുലർത്തിയിട്ടുണ്ടെന്ന്? ഇവിടുത്തെ മാഫിയകൾക്ക് നേരെ ശബ്ദമുയർത്തിയിട്ടുണ്ടെന്ന്? ഗുണ്ടായുസം തുടച്ചു നീക്കാനായി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെന്ന്? രാജീവ് കൃഷ്ണൻ 2 കപ്പലണ്ടി എടുത്ത് വായിലേക്കിട്ട് ചവച്ചുകൊണ്ട് ചോദിച്ചു.
അങ്ങനെ ചോദിച്ചാൽ സാറേ ജോസഫ് ഉത്തരം കിട്ടാതെ കുഴഞ്ഞു. ഇല്ലെന്ന് എനിക്കറിയാം ജോസഫേ. തന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഞാൻ പോലും പലതിനും കണ്ണടച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ധരിച്ചിരിക്കുന്ന യൂണിഫോമിനോട് പലപ്പോഴും നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല, രാജീവ് കൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീതി പുലർത്തിയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ആവണമെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തിരുന്ന ഒരാളുടെ മകനാണ് ഞാൻ. റിട്ടയേർഡ് DIG കൃഷ്ണകുമാർ, എൻ്റെ അച്ഛൻ. രാജീവ് കൃഷ്ണൻ്റെ ശബ്ദമിടറി. ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് റിട്ടയേർഡ് ആയിട്ട് പോലും കല്ലൂക്കാരന്മാരുടെ ബിസിനസ്സിൻ്റെ പിന്നാലെ അദ്ദേഹം പോയത്. അന്ന് സെൻറ് മേരീസ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ദീപു എൻ്റെ അനിയനായിരുന്നു. അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു. ഇളയ മകനായിരുന്ന ദീപുവിനെ അച്ഛന് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോഗ്രാഫറായിരുന്ന അവനെ അദ്ദേഹം ചില ജോലികൾ ഏൽപ്പിച്ചിരുന്നു. ഒരു നിമിഷം രാജീവ് കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ ഉള്ളിൽ അടക്കുന്നത് പോലെ നിന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയും അനുജനെയും ഒരുമിച്ചാണ്. അവരുടെ ശവം പോലും എനിക്ക് കിട്ടിയില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ അതും അറിയില്ല. നിറഞ്ഞു വന്ന കണ്ണുനീർ കൈകൾ കൊണ്ട് തുടച്ച് രാജീവ് കൃഷ്ണൻ, അച്ഛൻ അങ്ങനെ പലതും പറയും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടണ്ട, പഠിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന് അച്ഛൻ്റെ സ്വഭാവമായിരുന്നു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവൻ കല്ലൂക്കാരന്മാരുടെ പുറകിൽ പോയി എന്തൊക്കെയോ ഷൂട്ട് ചെയ്തു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷത്തെ നിശബ്ദത അവിടെ പരന്നു. എനിക്ക് കണ്ടുപിടിക്കണം ജോസഫേ. എൻ്റെ അച്ഛനും അനിയനും ജീവിച്ചിരിപ്പുണ്ടോ? അവർക്കെന്താണ് സംഭവിച്ചത്? ഒക്കെ എനിക്കറിയണം. പക്ഷേ സാർ, അത് അപകടമല്ലേ? ഇനി സാറിനും കൂടി വല്ലതും സംഭവിച്ചാൽ, ജോസഫ് പറഞ്ഞു. അത് ഞാൻ കാര്യമാക്കുന്നില്ല. അച്ഛൻ അവരുടെ കൈകളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നത് ഉറപ്പായിരുന്നു. അച്ഛൻ ദീപുവിനോട് നേരത്തെ പറഞ്ഞിരുന്നു, താൻ അവരുടെ കൈകളിൽ അകപ്പെട്ടാൽ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ദൃശ്യങ്ങളുമായി SI അരവിന്ദനെ കാണണമെന്ന്. അരവിന്ദനെ അവർ കണ്ട സ്ഥിതിക്ക് അച്ഛൻ അവരുടെ കൈകളിൽ അകപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്, രാജീവ് കൃഷ്ണൻ പറഞ്ഞു. ഒരാൾ കൂടി വരാനുണ്ട് ജോസഫ്. അയാൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി എനിക്കറിയാനുണ്ട്. ഒരുപക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അയാൾക്കറിയാമായിരിക്കും. ആ സമയത്താണ് ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നത്. ASI പ്രേമനായിരുന്നു അത്. ഇരിക്കൂ പ്രേമ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കായലിനരികിലുള്ള കോൺക്രീറ്റ് തറയിൽ പ്രേമൻ ഇരുന്നു. അയാളുടെ മുഖം ആകെ വിളറിയിരുന്നു. എന്താണ് പ്രേമ തനിക്ക് പറയാനുള്ളത്? സാർ, ആ ക്രിമിനൽ എന്നെയും കൊല്ലും. താൻ വിശദമായിട്ട് പറയൂ. സാർ, മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് ഞാൻ കല്ലൂക്കാരന്മാർക്ക് കൂട്ടുനിന്നിട്ടുണ്ട്. അരവിന്ദൻ സാറിൻ്റെ വലം കൈയായിരുന്നു ഞാൻ. അവരുടെ വീടിനടുത്ത് തന്നെയാണ് എൻ്റെയും വീട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കല്ലൂക്കാരന്മാർ അരവിന്ദൻ്റെ അന്വേഷണ രഹസ്യങ്ങൾ അറിയിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചത്. അരവിന്ദൻ സാറിനെ കാണുവാനായി ദീപു എന്ന പയ്യൻ വന്ന വിവരം ഞാനാണ് കല്ലൂക്കാരന്മാരെ വിളിച്ചറിയിച്ചത്. അതും പറഞ്ഞ് പ്രേമൻ തലകുമ്പിട്ടു. ഒരു നിമിഷം തൻ്റെ വലത് കൈ ഞെരിച്ചുപോയി രാജീവ് കൃഷ്ണൻ. ഒടുവിൽ സ്വയം നിയന്ത്രിച്ചു. സുധാകരൻ സാറിനെ കൊന്നു, കിഷോറിനെ കൊന്നു. ഇനി ഞാനും കൂടി അതിൽ ഉണ്ടാവുമോ എന്ന ഭയം. സാരമില്ല പ്രേമ, താൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഏറ്റവും വലിയ അപകടകാരി കല്ലൂക്കാരന്മാർ തന്നെയാണ്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം കാര്യങ്ങൾ താൻ ഞങ്ങളോട് പറയൂ. അവരെ രക്ഷിച്ചതുകൊണ്ട് തനിക്കൊന്നും കിട്ടാനില്ല അപകടമല്ലാതെ. ചിലപ്പോൾ ആ ക്രിമിനൽ തന്നെ വെറുതെ വിടാനും മതി. പ്രേമനെ ഇടം കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് രാജീവ് കൃഷ്ണൻ പറഞ്ഞു. പറയാം സാർ, എന്തു വേണമെങ്കിലും ഞാൻ പറയാം. രാജീവ് കൃഷ്ണനും ജോസഫും പ്രേമൻ പറയുന്നതിന് ചെവിയോർത്തു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാലം ഒരാഴ്ചയ്ക്കുള്ളിൽ തകർന്നു വീണു. മുഖ്യമന്ത്രിയുടെ മരുമകൻ ദിനേശ് ആയിരുന്നു പാലം പണിയുടെ കോൺട്രാക്ടർ. ധാരാളം അഴിമതി അതിൽ നടന്നിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ചിരുന്ന ആളാണ് വേണു സാർ. ജാതിയോ മതമോ പാർട്ടിയോ നോക്കാതെ ഏതു പാർട്ടിയാണെങ്കിലും തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിച്ചിരുന്ന വ്യക്തി. മുഖ്യമന്ത്രിക്കും അതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിലും വേണുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ വേണു വഴങ്ങിയില്ല. അയാൾ തൻ്റെ ഒറ്റയാൾ പോരാട്ടം തുടങ്ങി. അയാൾ വിചാരിച്ചാൽ തൻ്റെ മന്ത്രി കസേര തെറിക്കുമെന്ന് മിനിസ്റ്റർക്ക് ഉറപ്പായിരുന്നു. മിനിസ്റ്ററുടെ കോൾ പിന്നെ പോയത് കല്ലൂക്കാരന്മാരുടെ അടുത്തേക്കാണ്. വേണുവിനെ ഗുണ്ടകൾ തൂക്കിയെടുത്ത് ഗോഡൗണിൽ എത്തിച്ചു. ആരാ നിങ്ങളൊക്കെ? എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നത്? വേണു ചോദിച്ചു.
ചുമ്മാ ഒരു രസത്തിന്. അവിടേക്ക് കയറി വന്ന അലക്സാണ്ടറാണ് അത് പറഞ്ഞത്. വേണു സാറിനെ കണ്ടൊന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ സാറിനെ കൊണ്ടുവന്നത്. അലക്സാണ്ടർ പറഞ്ഞപ്പോൾ വേണു സൂക്ഷിച്ചു നോക്കി. സാർ ഇപ്പോൾ ആ പാലം പൊളിഞ്ഞ കേസിൽ നിന്നും പിന്മാറ്. എത്രയാണെന്ന് വെച്ചാൽ പ്രതിഫലം കിട്ടും, അലക്സാണ്ടർ പറഞ്ഞു. എത്ര പ്രതിഫലം കിട്ടും? വേണു ചോദിച്ചു. സാർ ചോദിക്കുന്ന പ്രതിഫലം കിട്ടും, എന്താ പോരെ? അപ്പോൾ ആ പാലം പൊളിഞ്ഞ് അപകടത്തിൽപ്പെട്ടവരുടെ കാര്യമോ? 3-4 പേര് മരിച്ചു പോയില്ലേ, അവരുടെ കാര്യമോ? അതൊക്കെ എന്തിനാ സാർ അന്വേഷിക്കുന്നത്? സാറിന് സാറിൻ്റെ കാര്യം അന്വേഷിച്ചാൽ പോരെ? അത് പോരല്ലോ അലക്സാണ്ടറെ. നിങ്ങളെപ്പോലുള്ള കൊട്ടേഷൻകാർക്ക് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുവാനും വേണ്ടി വന്നാൽ കൊന്നുകളയുവാനുമുള്ള കൊട്ടേഷൻ കൊടുത്തവർ നാട് ഭരിക്കുന്നതിലും ഭേദം രാജിവെച്ച് പോകുന്നതാണ്. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പരിപാടിയില്ല. മിനിസ്റ്റർ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ അയാൾ സമാധാനം പറയേണ്ടി വരും. ഞാൻ പറയിക്കും. വേണു പുറത്തേക്ക് നടന്നു. വാതിൽക്കലെത്തിയതും വേണുവിൻ്റെ ശിരസ് തെറിച്ചുപോയി. അലക്സാണ്ടറും മറ്റുള്ളവരും മരവിച്ച് നിന്നു. ശിരസ് തെറിച്ചുപോയ വേണു നിലത്ത് കിടന്ന് പിടഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കെ ചോര പുരണ്ട വാളുമായി അയാൾ അവരുടെ മുന്നിലേക്ക് വന്നു. വാതിൽ കടന്ന് ആരോഗ്യവാനായ 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരാൾ. കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. കറുത്ത കൂളിംഗ് ഗ്ലാസ് കണ്ണുകളിൽ മറച്ചിരുന്നു. കട്ടിയുള്ള കറുത്ത മീശ, താടിയില്ല. ഉടനെ തന്നെ അയാൾ തൻ്റെ കൂളിംഗ് ഗ്ലാസ് കണ്ണുകളിൽ നിന്ന് മാറ്റി. ചുവന്ന കണ്ണുകൾ. ആ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ സാവിയോ, കല്ലൂക്കാരൻ സാവിയോ ബെർണാഡ്. എന്നെ പരിചയമുള്ളവരും എൻ്റെ സ്വഭാവം അറിയാവുന്നവരും സാത്താൻ സാവിയോ എന്ന് വിളിക്കും. ഇവിടെ ആർക്കാടാ എന്നെ അറിയാത്തത്? അയാൾ അലക്സാണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവനെ പിടിച്ചുകൊണ്ടുവന്നത് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനല്ല. സ്വന്തം ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഇവനെ പോലൊരുവൻ നിൻ്റെയൊക്കെ ഭീഷണിക്ക് വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഉപദേശമോ ഭീഷണിയോ അല്ല ഇവിടെ വേണ്ടത്. ആ തടസ്സം അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നതാണ്. സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ നിന്നോടാരാടാ അലക്സാണ്ടറെ പറഞ്ഞത്? ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനും വിധി നിർണ്ണയിക്കാനും എനിക്ക് മാത്രമാണ് അധികാരം, മറ്റാർക്കുമില്ല. അലക്സാണ്ടർ ഉൾപ്പെടെയുള്ളവരും ഗുണ്ടകളും എല്ലാവരും ഭയന്ന് മാറി നിന്നു. ഇതെല്ലാം ജനലിൻ്റെ അരികിലിരുന്ന് ദീപു ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. വേണുവിൻ്റെ ശിരസില്ലാത്ത ശരീരം ഗുണ്ടകൾ ഗോഡൗണിൻ്റെ സൈഡിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അവിടെ ബാൽക്കണി പോലൊരു ഭാഗമുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിനു ചുറ്റും ഉയരത്തിൽ മതിൽ കെട്ടിയിരിക്കുകയാണ്. അതിനകത്ത് 20ഓളം നായകൾ ഉണ്ടായിരുന്നു. വേണുവിൻ്റെ ശരീരം അവർ അവിടേക്ക് തള്ളിയിട്ടു. മാംസത്തോട് ആർത്തിമൂത്ത നായകൾ ആ ശരീരത്തിലേക്ക് ചാടി വീണു. ഒരാൾ വേണുവിൻ്റെ ശിരസും അവിടേക്ക് എറിഞ്ഞിട്ടു. അതോടുകൂടി ദീപു ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. വീട്ടിലേക്ക് ഓടിക്കിതച്ചെത്തിയ ദീപുവിൻ്റെ അടുത്തേക്ക് കൃഷ്ണകുമാർ ധൃതിയിൽ ചെന്നു. എന്തു പറ്റി മോനെ? കൃഷ്ണകുമാറിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ശക്തിയില്ലായിരുന്നു ദീപുവിന്. കയ്യിലുള്ള മൊബൈൽ ദൃശ്യങ്ങൾ അച്ഛന് നേരെ അവൻ കാണിച്ചു. 5-8 വീഡിയോസ് ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് കൃഷ്ണകുമാർ നടുങ്ങിത്തരിച്ചു. മരവിച്ചു പോയി അയാൾ. വേണുവിനെ കൊല്ലുന്ന ദൃശ്യങ്ങളും അതിലുണ്ടായിരുന്നു. നിന്നെ ആരെങ്കിലും കണ്ടോടാ? ദീപുവിന് ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണകുമാർ ചോദിച്ചു. ഇല്ലച്ച, ആരും കണ്ടില്ല. ഇത്രയും വലിയ അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് നീ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ വിടില്ലായിരുന്നു. അതൊന്നും സാരമില്ലച്ച. ഇതുപോലെ റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. അത്രയും റിസ്ക് ഒന്നും നീ എടുക്കാൻ നിൽക്കണ്ട. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. ദീപു ഒന്നും പറഞ്ഞില്ല. തൽക്കാലം നിന്റെ കയ്യിലുള്ള ആ വീഡിയോസ് എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്. ദീപു ആ വീഡിയോസ് കൃഷ്ണകുമാറിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഞാൻ ഇതുമായി ഇന്ന് തന്നെ DGPയെ കാണാൻ പോവുകയാണ്. നീ ആ വീഡിയോസിൻ്റെ കാര്യം ഒരാളോടും പറയരുത്. ശരി അച്ഛാ. അന്ന് തന്നെ കൃഷ്ണകുമാർ DGP അഗർവാളിനെ കാണാൻ ചെന്നു. തൻ്റെ ഫോണിലുള്ള ഓരോ രംഗങ്ങളും അദ്ദേഹം അഗർവാളിനെ കാണിച്ചു. ഒരു വീഡിയോയിൽ ഒരു മത്സ്യബന്ധന ഹാർബറിൽ മുന്തിയ ഇനം വലിപ്പമുള്ള മത്സ്യങ്ങളുടെ വയറ് കീറി മയക്കുമരുന്നിൻ്റെ കവർ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. വിദഗ്ധരായ ആളുകൾ ഗ്ലൗസ് ഇട്ട് അത് കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയിൽ ഒരു സ്കൂൾ പയ്യൻ്റെ ബാഗിൽ മയക്കുമരുന്ന് കുത്തി നിറയ്ക്കുന്നു. അവൻ അതുമായി നേരെ പോകുന്നത് സ്കൂളിലേക്കാണ്. അവിടെ അവനെ കാത്ത് വേറെ കുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അവർ പൈസ കൊടുക്കുകയും ആരും കാണാതെ അവരുടെ കൈകളിൽ ആ കവറുകൾ അവൻ നൽകുകയും ചെയ്യുന്നു. സത്യത്തിൽ അതൊരു സ്കൂൾ കുട്ടിയായിരുന്നില്ല. പ്രായത്തിൽ വളർച്ചയില്ലാത്ത ഒരു യുവാവായിരുന്നു.
സ്കൂൾ യൂണിഫോം ഇട്ട് ബാഗിൽ മയക്കുമരുന്ന് നിറച്ച് കുട്ടികളുടെ കയ്യിൽ എത്തിക്കേണ്ട ജോലിയായിരുന്നു അവന്. അതുപോലെ പല സ്ഥലങ്ങളിൽ പല ഏരിയകളിൽ രഹസ്യമായി സാധനം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ വീഡിയോസ്, വേണുവിനെ കൊല്ലുന്നതിൻ്റെ വീഡിയോസ്. എത്ര വ്യക്തമായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ആരാ ഇതെടുത്തത്? അഗർവാൾ ചോദിച്ചു. അത് എൻ്റെ ഒരു പരിചയക്കാരനാണ്. അവൻ ഏതായാലും ഒരു അവാർഡ് കൊടുക്കണം. നമ്മൾ ആരെങ്കിലും എടുത്താൽ ഇത്രയ്ക്കും ക്ലിയർ ആവില്ല, അഗർവാൾ പറഞ്ഞു. അതിനിവിടെ പ്രസക്തിയില്ല. എത്രയും പെട്ടെന്ന് ആ ഗ്യാങ്ങിനെ കസ്റ്റഡിയിലെടുക്കണം. അതും പറഞ്ഞ് കൃഷ്ണമേനോൻ തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് ന്യൂസ് പേപ്പറുകളെടുത്ത് DGPയുടെ മുന്നിലേക്കിട്ടു. നോക്കണം സാർ, അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന്. DGP അതെടുത്ത് വായിച്ചു. കൊച്ചി നഗരം മയക്കുമരുന്നിൻ്റെ ശൃംഖലയോ? സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്നുകൾ വ്യാപകമാകുന്നു. കൊക്കെയിൻ, MDMA പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് രാത്രിയിലെ നിശാ പാർട്ടികളിലും DJ പാർട്ടികളിലുമൊക്കെ ഒഴുകി നടക്കുന്നത്. മറ്റൊരു ന്യൂസ് പേപ്പറിൽ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ മാതാവിനെ യുവാവ് തലക്കടിച്ചു കൊന്നു എന്നൊരു ഹെഡിങ് ആയിരുന്നു. വേറൊരു പേപ്പറിൽ യുവതലമുറ മയക്കുമരുന്നിൻ്റെ പിടിയിലെന്ന ഹെഡിങ് ആയിരുന്നു. പോലീസും ഡിപ്പാർട്ട്മെൻറ്റും ഇരുട്ടിൽ തപ്പുന്നു എന്നായിരുന്നു അതിൻ്റെ കൂടെയുണ്ടായ വാചകം. ഇനിയും നമ്മൾ നോക്കുകുത്തിയായിരിക്കണം എന്നാണോ സാർ പറയുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരാളേ ഉള്ളൂ, കല്ലൂക്കാരൻ സാവിയോ. അതിവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും പറയില്ല. എല്ലാവർക്കും ഭയമാണ്. എന്നാൽ എനിക്കാ ഭയമില്ല. സർവീസിൽ നിന്നും വിരമിച്ചിട്ടും തൻ്റെ ആ ഊർജം പോയിട്ടില്ല അല്ലേ? പോലീസായാൽ മാത്രമേ ഊർജമുണ്ടാവൂ എന്നുണ്ടോ? ഇതുപോലുള്ള രംഗങ്ങൾ കണ്ടാൽ ചോരത്തിളപ്പുള്ള സ്വന്തം രാജ്യത്തോട് കൂറും ബഹുമാനവുമുള്ള ഒരാൾക്ക് അടങ്ങിയിരിക്കാനാവില്ല സാർ. അതിന് പോലീസ് ആവണമെന്നില്ല. നമ്മുടെ യുവതലമുറയിലെ ഓരോ കണ്ണിയുമാണ് ഇപ്പോൾ നശിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ മേനോൻ, താനൊരു കാര്യം ചെയ്യ്. ആ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നേക്ക്. വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അത് വേണ്ട സാർ, ഞാൻ കൂടി ചെന്ന് വേണ്ടത് ചെയ്തോളാം. പോലീസുകാരെ വിട്ടുതന്നാൽ മാത്രം മതി. അത് ബുദ്ധിമുട്ടാണല്ലോ മിസ്റ്റർ മേനോൻ. നിങ്ങളിപ്പോൾ സർവീസിൽ ഇല്ലാത്ത ആളാണ്. ആ നിലയ്ക്ക് എങ്ങനെയാണ് പോലീസിൻ്റെ ജോലി എടുക്കുന്നത്? അഗർവാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ സാർ, അതിന് പോലീസ് ആവണമെന്നോ ഡിപ്പാർട്ട്മെൻറ്റ് ആളാവണമെന്നോ ഇല്ല. കയ്യിലുള്ള ആയുധങ്ങളുമായി കുറേ ആളുകൾ അവിടെ ചെന്ന് അടിച്ചു പൊളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലീസിനാവും അതിൻ്റെ കുറച്ചിൽ. സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പത്രമാധ്യമങ്ങളെയും കൂട്ടി തണ്ടും തടിയുമുള്ള യുവാക്കളുമായി ഞാൻ അവിടെ ചെന്നോളാം. വേണ്ടത് ചെയ്തോളാം. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് കൃഷ്ണമേനോൻ പറഞ്ഞു. താൻ ബുദ്ധിമോശം കാണിക്കല്ലേ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം, DGP അഗർവാൾ പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ എത്രയും പെട്ടെന്ന് വേണം, കൃഷ്ണമേനോൻ പറഞ്ഞു. CI സുധാകരൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പോലീസുകാരെ തൻ്റെ കൂടെ വിടാം. ഓക്കെ. പോലീസുകാരെയും കൂട്ടി മയക്കുമരുന്ന് വേട്ടയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം തൻ്റെ മകനെ അടുത്ത് വിളിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് നീ എന്നെ വിളിക്കണം. ഫോൺ എടുത്തിട്ട് ഞാൻ സക്സസ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ എനിക്ക് അപകടം വന്നു എന്ന് കരുതണം. അങ്ങനെ വന്നാൽ നീ നിൻ്റെ ഫോണിലെ ദൃശ്യങ്ങളുമായി SI അരവിന്ദനെ ചെന്ന് കാണണം. ഏതു വിധേനയും ആ സംഘത്തെ നശിപ്പിക്കണം എന്ന് പറയണം. മറ്റാരെയും നീ ആ വീഡിയോസ് കാണിക്കരുത്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ദീപു ഭയത്തോടെ തലകുലുക്കി. ASI പ്രേമൻ പറഞ്ഞുകൊണ്ടിരുന്നു. പോയവരിൽ CI സുധാകരനും 1-2 പോലീസുകാരും അപകടത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2-3 പേർ കൊല്ലപ്പെട്ടു. കൃഷ്ണമേനോൻ്റെ ശരീരം കണ്ടുകിട്ടിയില്ല. ഒരു ദിവസം ആ പയ്യൻ ദീപു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. SI അരവിന്ദനെ കാണാനായിരുന്നു വന്നത്. പക്ഷേ അരവിന്ദൻ സാറ് ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റബിൾ നാരായണനാണ് ഉണ്ടായിരുന്നത്. അരവിന്ദൻ സാർ ഇവിടെയില്ല. എന്തിനാണ് അരവിന്ദൻ സാറിനെ കാണുന്നത്? കാര്യം പറയ്, നാരായണൻ ചോദിച്ചു. ഒന്നുമില്ല സാർ, എനിക്ക് അരവിന്ദൻ സാറിനെയാണ് കാണേണ്ടത്. അരവിന്ദൻ സാർ ഇവിടെ ഇല്ല എന്ന് നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? തൽക്കാലം എന്നോട് കാര്യം പറയൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അവൻ ഉണ്ടായ കാര്യങ്ങൾ നാരായണനോട് പറഞ്ഞു. ആ വീഡിയോസ് എന്നെ കാണിക്കൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, നാരായണൻ അവനോട് പറഞ്ഞു. അവൻ ഫോൺ എടുത്തതാണ്. പെട്ടെന്ന് അവൻ തിരിച്ചു വെച്ചു. അരവിന്ദൻ സാറിനെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിഞ്ഞോടി. നാരായണൻ ഉടനെ ഫോൺ എടുത്ത് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാനത് അലക്സാണ്ടറിനെ അറിയിച്ചു. CI പ്രേമൻ അത് പറഞ്ഞു കഴിഞ്ഞതും രാജീവ് കൃഷ്ണൻ ചാടി എഴുന്നേറ്റ് ഒറ്റ അടിയായിരുന്നു. ചെവിക്കല്ല് തകർന്ന പോലെ തോന്നി പ്രേമന്. പെട്ടെന്ന് ജോസഫ് കയറി പിടിച്ചു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാജീവ് കൃഷ്ണൻ മനസ്സിൻ്റെ സമനില വീണ്ടെടുത്തു.
സോറി, എനിക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാനായില്ല. രാജീവ് കൃഷ്ണൻ പ്രേമനോട് ക്ഷമാപണം നടത്തി. ഒരു സിഗരറ്റും കൂടി എടുത്ത് കത്തിച്ച് ആഞ്ഞു വലിച്ചു. എടോ പ്രേമ, സത്യം പറയണം. DIG കൃഷ്ണമേനോനോടൊപ്പം CI സുധാകരൻ്റെ കൂടെ പോയ പോലീസുകാരിൽ ഒരാൾ താനായിരുന്നില്ലേ? അതുകേട്ട് പ്രേമൻ്റെ മുഖം വിളറി. എന്താടോ താനൊന്നും മിണ്ടാത്തത്? അതുകൊണ്ടല്ലേ ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അടിമുടി തെറ്റാതെ താൻ പറഞ്ഞത്? പ്രേമൻ്റെ മുഖം താഴ്ന്നു. അതെ സാർ. DIG കൃഷ്ണമേനോൻ പോലീസുകാരുമായി അവരുടെ സംഘത്തിലേക്ക് കയറി ചെന്നു. സാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? കയ്യിൽ റിവോൾവറുമായി നിൽക്കുന്ന കൃഷ്ണമേനോനോട് സാവിയോ ചോദിച്ചു. അതേടാ, നിർത്തിക്കോ. നീ പടർത്തിയെടുക്കുന്ന ഈ വിഷവിത്ത് മുളയിലെ നുള്ളാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ കൂടെ നിൽക്കാൻ പറ്റിയ പോലീസുകാരെ കൊണ്ടുവരണ്ടേ കൃഷ്ണമേനോനെ? ഇതിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ആളുകളാണല്ലോ. ഞെട്ടലോടെ കൃഷ്ണമേനോൻ തൻ്റെ കൂടെ വന്ന പോലീസുകാരെ നോക്കി. അവർ ചിരിച്ചു. സോറി സാറേ, ഞങ്ങൾക്ക് ശമ്പളത്തേക്കാൾ കൂടുതൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരെ സഹായിക്കാതിരിക്കാനാവില്ലല്ലോ, CI സുധാകരൻ പറഞ്ഞു. എടാ ചെറ്റകളെ! സുധാകരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് കൃഷ്ണമേനോൻ. പെട്ടെന്ന് സാവ്യു തൻ്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടി കൊണ്ട് കൃഷ്ണമേനോൻ്റെ തലയ്ക്കടിച്ചു. ഒറ്റയടിക്ക് തന്നെ തല പൊട്ടി രക്തമൊഴുകി. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് മാറി നിന്ന ഇതൊന്നും അറിയാത്ത 2-3 പോലീസുകാരെ അലക്സാണ്ടറും മറ്റും വെടിവെച്ചിട്ടു. സാവിയോ സുധാകരൻ്റെയും പ്രേമൻ്റെയും അടുത്തേക്ക് ചെന്നു. നിങ്ങൾ 2 പേരും ഇരുട്ടിക്കഴിഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലണം. ഡോക്ടർ ഐസക് ഉണ്ടാവും. എൻ്റെ ആളാണ് അവിടെ അഡ്മിറ്റാവണം. കൃഷ്ണമേനോനെയും കൊണ്ട് നിങ്ങളിവിടെ വന്നതിന് യാതൊരുവിധ തെളിവും ഉണ്ടായില്ല. മറ്റേതോ സംഘത്തെ പിടിക്കാൻ നിങ്ങൾ പോയി. അവരുടെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിങ്ങൾ 2 പേർ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇങ്ങനെയാവും നാളത്തെ വാർത്ത വരിക. കൃഷ്ണമേനോൻ ഇവിടെ വന്നതിന് തെളിവുണ്ടാവില്ല. ഞങ്ങളങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് നാരായണൻ ദീപു വന്ന വിവരം എന്നെ വിളിച്ചറിയിച്ചത്. ഞാനത് അലക്സാണ്ടറിനെ അറിയിക്കുകയായിരുന്നു. രാജീവ് കൃഷ്ണൻ ഇതെല്ലാം കേട്ട് പ്രേമനെ ദേഷ്യത്തോടെ നോക്കി. എന്തൊരു മനുഷ്യനാടോ താൻ! എല്ലാം കഴിഞ്ഞ് ഒടുവിൽ അരവിന്ദനെയും ഒറ്റിയല്ലേ? ഒന്നുമില്ലെങ്കിലും അരവിന്ദൻ്റെ വീട്ടുകാർ തന്നെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ കരുതിയത്? രാജീവ് കൃഷ്ണൻ പറഞ്ഞത് കേട്ട് മറുപടി പറയാനുണ്ടായിരുന്നില്ല പ്രേമന്. പറ്റിപ്പോയി സാർ, ഇനി പറഞ്ഞിട്ടെന്തിനാ കാര്യം? ജോസഫ് പത്രോസ് പറഞ്ഞു. അലക്സാണ്ടറിനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് മുഴുവൻ അവനാണ് സാവിയോ. അതും പറഞ്ഞുകൊണ്ട് രാജീവ് കൃഷ്ണൻ കോൺക്രീറ്റ് തറയിൽ ഇരുന്നു. എന്നേക്കാൾ വിശ്വാസമായിരുന്നു അച്ഛന് അരവിന്ദനെ. സിഗരറ്റിൻ്റെ പുക പുറത്തേക്ക് ഊതിക്കൊണ്ട് രാജീവ് കൃഷ്ണൻ പറഞ്ഞു. സാറും അരവിന്ദൻ സാറും തമ്മിൽ പരിചയമുണ്ടോ? ജോസഫ് പത്രോസ് ചോദിച്ചു. പരിചയമുണ്ട്. അവൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് PSC എക്സാം എഴുതിയത്. ഒടുവിൽ സബ് ഇൻസ്പെക്ടറായി 2 പേർക്കും ജോലിയും കിട്ടി. ഞാൻ പണത്തിന് പിന്നാലെ പാഞ്ഞതുകൊണ്ട് പല ആളുകളുടെയും കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നു. അതുകൊണ്ട് DYSPയിലേക്ക് കയറ്റം കിട്ടി. അരവിന്ദൻ നീതിബോധത്തോടെ നടന്നതുകൊണ്ട് SI പോസ്റ്റിൽ തന്നെ നിന്നു. രാജീവ് കൃഷ്ണൻ പുക ഒന്നും കൂടി ഊതിവിട്ടു. ഇപ്പോൾ തോന്നുന്നുണ്ട്, എൻ്റെ അച്ഛനും അരവിന്ദനും ഒക്കെ തന്നെയായിരുന്നു ശരി. ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. രാജീവ് കൃഷ്ണൻ പറയുന്നത് കേട്ട് ആർക്കും മറുപടി ഉണ്ടായില്ല. നിരപരാധികളുടെ കണ്ണീരും ചോരയും വീണ പണം ശപിക്കപ്പെട്ടതാടോ. അത് കൈപ്പറ്റുന്നവൻ ശപിക്കപ്പെട്ടവനുമാണ്. ആരോടൊന്നില്ലാതെ രാജീവ് കൃഷ്ണൻ പറഞ്ഞു. ഒരു സ്കോർപിയോ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നു നിന്നു. അലക്സാണ്ടറും ജെയിംസും അതിൽ നിന്നും ഇറങ്ങി. നേരെ SI ജീവൻ തോമസിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അലക്സാണ്ടർ ദേഷ്യത്തിൽ ശബ്ദമുയർത്തി ചോദിച്ചു. ജീവൻ തോമസ് അവരെ കണ്ടതും മുഖമൊന്ന് വിളറി പതുക്കെ എഴുന്നേറ്റു. ചോദിച്ചത് കേട്ടില്ലേ? അലക്സാണ്ടറിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അത് പിന്നെ, ആ പെണ്ണെവിടെ? അവരെ വിട്ടയച്ചു. എന്തിന്? ഞാൻ നിന്നോട് പറഞ്ഞത് വിടരുത് എന്നല്ലേ? അലക്സാണ്ടർ ചോദിച്ചു. അത് പിന്നെ ജീവന് ഉത്തരം മുട്ടി. ചേട്ടാ, ഇവൻ റോക്കിയോടൊപ്പം ചേർന്ന് നമുക്കിട്ട് പണിയുകയാണ്, ജെയിംസ് പറഞ്ഞു. അയ്യോ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യയെയും മക്കളെയും റോക്കി തടവിൽ വെച്ചു. എന്നിട്ട് ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ വിടണമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. നിനക്കപ്പോൾ ആ വിവരം എന്നെ അറിയിച്ചുകൂടായിരുന്നോ? അങ്ങനെ ചെയ്താൽ എൻ്റെ ഭാര്യയുടെയും മകളുടെയും ജീവൻ അപകടത്തിലാകുമായിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരി, എന്നാൽ ഇനി ഞാൻ നോക്കിക്കോളാം. ഇന്ന് രാത്രി തന്നെ ആ പെണ്ണിനെയും തള്ളയെയും ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ എടുക്കുവാൻ പോവുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് അലക്സാണ്ടറാണ്.
എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്. ആ ക്രിമിനലിനെ പറ്റിയുള്ള ഉത്തരം. ഞാൻ ചോദിച്ചിട്ടും അവൾ കേട്ടില്ല എങ്കിൽ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് സാവിയോ ആയിരിക്കും. അറിയാമല്ലോ അവൻ ചോദിച്ചാലുള്ള അവസ്ഥ. അലക്സാണ്ടർ ശബ്ദമുയർത്തി പറഞ്ഞു. ആ പെണ്ണിനെയും തള്ളയെയും കാണാനില്ല എന്ന് പറഞ്ഞ് കേസുമായിട്ട് വരരുത് ഒരുത്തനും. വാണിംഗ് പോലെ പോലീസുകാരെ നോക്കിക്കൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു. വാടാ. ജെയിംസിനെ നോക്കിക്കൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു. ശേഷം അവർ വന്ന വാഹനത്തിൽ കയറി. പൊടി പടർത്തിക്കൊണ്ട് അത് അകന്നുപോയി. ഒരു നിമിഷം ആലോചിച്ചു നിന്ന് ജീവൻ തൻ്റെ ഫോൺ എടുത്തു. അതിൽ ഇൻകമിംഗ് കോൾ സെർച്ച് ചെയ്തു. സംശയം തോന്നിയ ഒരു നമ്പറിൽ കോൾ ചെയ്തു. ഹലോ, റോക്കിയാണോ? അല്ല, റോങ് നമ്പർ. അതായിരുന്നു മറുപടി. എന്തു ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിച്ച് നിന്ന് ജീവൻ അടുത്ത നിമിഷം തന്നെ ജീപ്പുമെടുത്ത് പുറത്തേക്ക് പോയി. ഗൈസ്, അപ്പോൾ വേട്ടയുടെ അടുത്ത എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് കാണുന്നവർ ആദ്യത്തെ എല്ലാ എപ്പിസോഡും കണ്ടിട്ട് മാത്രം കാണാനിരിക്കുക. എന്നാൽ മാത്രമേ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ കൃത്യം 7 മണിക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.